ചാമ്പ്യൻസ് ട്രോഫിയിലെ ആവേശകരമായ സെമിഫൈനൽ മത്സരങ്ങളിൽ നാളെ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 മത്സരം ആരംഭിക്കുന്നത്. ടീമിന്റെ പ്ലേയിങ് 11 കോമ്പിനേഷൻ ഉൾപ്പെടെ നിർണായക അപ്ഡേറ്റുകളാണ് മത്സരത്തിന് മുന്നോടിയായി പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന്റെ സമഗ്രമായൊരു പ്രിവ്യൂ വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടാനായി ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ന്യൂസിലാൻഡിനെതിരായ അവസാന മത്സരം കളിച്ച അതേ ടീമിനെ തന്നെ ടീം ഇന്ത്യ നിലനിർത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഹർഷിത് റാണയ്ക്ക് പകരം ന്യൂസിലാൻഡിനെതിരെ കളിച്ച വരുൺ ചക്രവർത്തി 5 വിക്കറ്റുമായി തിളങ്ങിയതിനാൽ തന്നെ ഓസ്ട്രേലിയക്കെതിരായ സെമിയിലും അദ്ദേഹം പ്ലേയിങ് 11-ൽ തുടരാൻ തന്നെയാണ് സാധ്യത. സ്പിന്നർമാരെ സഹായിക്കുന്ന ദുബായിലെ സ്ലോ പിച്ചിൽ ഓസീസിനെതിരെയും 4 സ്പിന്നർമാരെ പ്ലേയിങ് 11-ൽ കളിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ന്യൂസിലാൻഡിനെതിരെ കളിച്ച അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും പ്ലേയിങ് 11-ൽ തന്നെ തുടരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഇവിടെ ഒരു പേസറെ കൂടി ടീം ഇന്ത്യ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചാൽ ജഡേജയ്ക്ക് പകരം ഒരുപക്ഷെ അർഷ്ദീപ് സിംഗോ ഹർഷിത് റാണയോ പ്ലേയിങ് 11-ലേക്ക് എത്താം. സെമിക്ക് ഒരുപക്ഷെ ഒരു സർപ്രൈസ് നീക്കമായി ഇവിടെ കാണുന്നത് അർഷ്ദീപ് സിംഗ് പ്ലേയിങ് 11-ലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. ടീം ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായ മോർക്കൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. അർഷ്ദീപ് സിംഗിന്റെ ടാലന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓരോ മത്സരത്തിലും ഓരോ ഗെയിം പ്ലാൻ തന്നെയാണ് തങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് ചില താരങ്ങൾക്ക് പ്ലേയിങ് 11-ലേക്ക് അവസരം ലഭിക്കാതിരിക്കുന്നത്. ഗെയിം പ്ലാനിന്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും അർഷ്ദീപ് സിംഗ് ടീമിനൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ന്യൂസിലാൻഡിനെതിരായ മത്സരശേഷം ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായ മോർക്കൽ നൽകിയിട്ടുള്ള പ്രതികരണം. അതോടെ തന്നെ സെമിയിലേക്ക് ഒരു സർപ്രൈസ് നീക്കമായി അർഷ്ദീപ് സിംഗ് പ്ലേയിങ് 11-ലേക്ക് എത്തിയേക്കാം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റ് നേടിയ മുഹമ്മദ് ഷമിക്ക് 2-3 മത്സരങ്ങളിൽ വിക്കറ്റൊന്നും എടുക്കാനായി സാധിച്ചില്ല എന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക നൽകുന്ന കാര്യമാണ്. എന്നിരുന്നാലും എക്സ്പീരിയൻസ് കണക്കിലെടുത്ത് ഷമിയെ പ്ലേയിങ് 11-ൽ നിന്നും മാറ്റില്ല. അതുകൊണ്ട് തന്നെ ഹർഷിത് റാണയോ അർഷ്ദീപ് സിംഗോ പ്ലേയിങ് 11-ലേക്ക് തിരികെ എത്തിയേക്കാം. ഷമിക്കൊപ്പം ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ന്യൂ ബോൾ എറിയാനായി എത്തുക. ബാറ്റിംഗ് നിരയിലും ടീം ഇന്ത്യയെ സംബന്ധിച്ച് കാര്യമായ അഴിച്ചുപണികൾക്ക് സാധ്യതയില്ല എന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസിലാൻഡിനെതിരെ ബാറ്റിംഗിലും ബോളിംഗിലും അത്ര മികച്ച പ്രകടനം KL രാഹുലിന് പുറത്തെടുക്കാനായി സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും രാഹുലിന് പകരം ഋഷഭ് പന്തിനെ പ്ലേയിങ് 11-ലേക്ക് എത്തിച്ചുള്ള ഒരു നീക്കത്തിന് തങ്ങൾ തയ്യാറായേക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഗംഭീർ നടത്തിയിരുന്നു. അതോടെ തന്നെ ഓസ്ട്രേലിയക്കെതിരായി ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11-നെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജഡേജ അല്ലെങ്കിൽ ഹർഷിത് റാണ അല്ലെങ്കിൽ അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും പ്ലേയിങ് 11-ൽ ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.